ഹലോ ഫ്രണ്ട്സ്, ഫൺ ടൈം ലേണിങ്ങിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ഗണിതം യൂണിറ്റ് 8 ഭാഗങ്ങൾ ചേരുമ്പോൾ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് ചേർത്തു വയ്ക്കാം എന്ന ഭാഗമാണ് തുടങ്ങുന്നത്. ഇവിടെ ഭിന്നസംഖ്യകളുടെ സങ്കലനം, കൂട്ടൽ ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. നമുക്ക് ഈ ദോശ 4 കഷ്ണങ്ങളായി മുറിക്കാം. ഇതിനെ 4 കഷ്ണങ്ങൾ ആയി മുറിച്ച് അതിനെ ഓരോന്നിനെയും നമ്മൾ വിളിക്കുന്നത് 4ൽ 1 എന്നാണ്. 1 താഴെ ഒരു വര, താഴെ 4. അപ്പോൾ 1 അംശവും 4 ഛേദവുമായി വരും. അപ്പോൾ ഇതിൽ 2 കഷ്ണം ചേർത്ത് വെച്ചാൽ പകുതിയായി. അതായത് 4 കഷ്ണമായി മുറിച്ച ദോശയിലെ 2 കഷ്ണം നിങ്ങൾക്ക് നൽകി, നിങ്ങൾക്ക് തന്നു, നിങ്ങളത് കഴിച്ചുവെങ്കിൽ നിങ്ങൾ ദോശയുടെ എത്ര ഭാഗം കഴിച്ചു എന്ന് പറയാം? പകുതി കഴിച്ചു എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചേട്ടൻ എന്താ പറയുന്നത് നോക്കാം. അതായത് കാൽ ദോശയോട് കാൽ ദോശ ചേർത്ത് വെച്ചാൽ പകുതി ദോശ, അഥവാ കാലും കാലും ചേർന്നാൽ അര. ഇക്കാര്യം നമുക്ക് ഭിന്നസംഖ്യകളുടെ സങ്കലനമായി എഴുതുന്ന പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ആനിമേഷൻ ബാക്കിയുള്ളത് നമുക്ക് എത്ര ദോശയാണ്? അര ദോശയാണ്. അപ്പോൾ കാൽ പ്ലസ് കാൽ സമം അര എന്നതാണ് ഇതിൻ്റെ ഭിന്നസംഖ്യ കൊണ്ട് എഴുതുന്ന രീതി. ഈ 4ൽ 1 കൂട്ടുമ്പോൾ 2ൽ 1 എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ഇത് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നിയേക്കും. അത് ഭിന്നസംഖ്യകളുടെ സങ്കലനവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് നേടാവുന്നതാണ്. നമുക്ക് തുടരാം. 6 ഭാഗമായിട്ട് ഈ ദോശ മുറിക്കുകയാണ്. നമ്മൾ നേരത്തെ 4 കഷ്ണമായി മുറിച്ചതുപോലെ ഇവിടെ ഈ ദോശയെ നമ്മൾ 6 കഷ്ണമായിട്ടാണ് മുറിക്കുന്നത്. ഇതിൽ 2 കഷ്ണം നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്, 2 കഷ്ണം നമ്മൾ കഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ദോശയുടെ എത്ര ഭാഗമായിട്ടുണ്ട്? നമുക്കറിയാം, ഈ ദോശയുടെ 6 കഷ്ണമായി മുറിച്ചതിൽ ഒരു ഭാഗം നിങ്ങൾ എടുത്താൽ അതിൻ്റെ അർത്ഥം അതിനാകെ എത്ര ഭാഗമായി? 6ൽ 2 ഭാഗമായി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 6ൽ 2 ഭാഗം ആയിക്കഴിഞ്ഞു. 6ൽ 2 എന്നത് 3ൽ 1 മറ്റൊരു രൂപമാണ്. ഇവിടെ രണ്ടാമത്തെ ഒരു ദോശ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ആ ദോശയുടെ ചുവന്ന നിറം നൽകിയിരിക്കുന്ന ആ ഭാഗം, ഇപ്പോൾ ഞാൻ പച്ച നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഒരുപോലെയാണ്. ഈ 2 കഷ്ണങ്ങളും കഴിച്ചാലും നിങ്ങൾ ഒരേ രീതിയിൽ തന്നെ ഒരേ വലിപ്പത്തിലുള്ള ദോശ കഴിച്ചു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. അപ്പോൾ 6ൽ 2 കഷ്ണം എന്നുള്ളതും 3ൽ 1 കഷ്ണം എന്നുള്ളതും തുല്യമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അപ്പോൾ നമുക്ക് 6ൽ 1 കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6ൽ 2 ആണ്. 6ൽ 2നെ നമുക്ക് എന്ത് വിളിക്കാം? 6ൽ 2നെ നമുക്ക് 3ൽ 1 എന്നു കൂടെ വിളിക്കാനായി സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. നമുക്ക് ഇനി ഒരു വട്ടത്തെ 8 സമഭാഗങ്ങളാക്കിയതിൽ 2 ചേർത്ത് വെച്ചാൽ ആകെ എത്ര ഭാഗമാകുമെന്ന് മനക്കണക്കായി പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 8 കഷ്ണമായിട്ട് മുറിക്കുന്നു. 2 എടുത്താൽ അത് 8ൽ 2. ഇത് മാത്രവുമല്ല, നമുക്ക് 8ൽ 8നെയും 2നെയും 2 കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ എഴുതാൻ സാധിക്കും. അതുകൊണ്ട് അത് 4ൽ 1 എന്ന് എഴുതാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാവുന്നത്, 8ൽ 1 കൂടി കൂട്ടിയാൽ 8ൽ 2 കിട്ടും. അത് 4ൽ 1 തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു റിബണിൻ്റെ കണക്കാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. ഒരു നീളമുള്ള നാട എടുത്ത് അതിൽ 9 സമഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. 9 ഈക്വൽ പാർട്സ്. ഇതിൽ 2 ഭാഗങ്ങൾക്ക് നിറം നൽകുക, 4 ഭാഗങ്ങൾക്ക് കൂടി നിറം കൊടുക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ 9 സമഭാഗങ്ങളായി ഇവിടെ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം 2 സമഭാഗങ്ങൾക്ക് നിറം നൽകുക. വീണ്ടും അതിൻ്റെ കൂടെ 4 ഭാഗങ്ങൾക്ക് കൂടി നിറം നൽകുകയാണ് ചെയ്യുന്നത്. ഇത് ഒരേ നാടയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 + 4 6 എണ്ണത്തിന് നിറമായി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം നിറം കൊടുത്തത് 9ൽ 2 ഭാഗം, പിന്നീട് നിറം കൊടുത്തത് 9ൽ 4 ഭാഗം. ആകെ നിറം കൊടുത്തത് എന്താണ്? 9ൽ 6 ഭാഗം. അപ്പോൾ നമ്മളതിൻ്റെ ഭിന്നസംഖ്യകളുടെ സങ്കലനമായി ഈ കാര്യത്തെ വീണ്ടും എഴുതുകയാണ്. 9ൽ 2 + 9ൽ 4 = 9ൽ 6.
പക്ഷേ ഇവിടെ അത് തീരുന്നില്ല. ഇതിനെ 9ൽ 6നെ നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ എഴുതാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുകയാണ് നമ്മളിവിടെ. 9, 6 എന്നീ സംഖ്യകളുടെ ഘടകമായി വരുന്ന പൊതു ഘടകമായി വരുന്ന ഒരു സംഖ്യ നമുക്ക് ആലോചിക്കുക. അത് 3 അപ്പോൾ നമുക്ക് 3 കൊണ്ട് 2നെ ഗുണിച്ചാൽ 6 കിട്ടും, 3 കൊണ്ട് 3നെ ഗുണിച്ചാൽ 9 കിട്ടും. അങ്ങനെ നമുക്ക് 9ൽ 6നെ 3ൽ 2 എന്നെഴുതാനായി സാധിക്കും. ഇവിടെ നമുക്ക് ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗത്തും നിറം നൽകിയിട്ടുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക, അതിനെ സങ്കലന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. നീല നിറം കൊടുത്തിരിക്കുന്നത് 8ൽ 3 ഭാഗമാണ്. കാരണം എന്താണ്? ആകെയുള്ള കഷ്ണങ്ങളുടെ എണ്ണം 8, നിറം നൽകിയിരിക്കുന്ന കഷ്ണങ്ങളുടെ എണ്ണം 3. അപ്പോൾ നമുക്ക് നിറം നൽകിയിരിക്കുന്ന കഷ്ണങ്ങളുടെ എണ്ണത്തെ, നീല നിറം നൽകിയിരിക്കുന്ന കഷ്ണങ്ങളുടെ എണ്ണത്തെ 8ൽ 3 എന്ന് വിളിക്കാം. പച്ചനിറം 8ൽ 1 ഭാഗത്തിനെ നൽകിയിട്ടുള്ളൂ, ആകെ 8ൽ 4 ഭാഗം. ഇതിനെ എങ്ങനെയാണ് സങ്കലന രൂപത്തിൽ എഴുതുക എന്ന് പരിശോധിക്കാം. 8ൽ 3 + 8ൽ 1 = 8ൽ 4. നമുക്ക് ഇവിടെ നമ്മുടെ ജോലി തീർന്നിട്ടില്ല. എന്താണ് ഇനിയും ചെയ്യാൻ പോകുന്നത്? നമുക്ക് 8, 4 എന്നീ സംഖ്യകളുടെ പൊതുഘടകം അവിടെ നമുക്ക് 4 തന്നെയാണ്. അതിനെ നമുക്ക് 2ൽ 1 എന്ന് ഇവിടെ എഴുതാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 8ൽ 4 എന്നുള്ളത് ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 8ൽ 4 എന്നുള്ളത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത ഭാഗമാണ്. അത് അരഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ പകുതി ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് 2ൽ 1 എന്നും വിളിക്കാം. നമുക്ക് മറ്റൊരു ഉദാഹരണം ഇതുപോലെ തന്നെ പരിശോധിക്കാം. ഇവിടെ നൽകിയിരിക്കുന്ന ചതുരക്കട്ട, ഇവിടെ മഞ്ഞ നിറം നൽകിയിരിക്കുന്നത് ആകെ എത്ര കഷ്ണങ്ങളുണ്ട്? 10ൽ 1 ഭാഗത്തിനാണ്. ചുവന്ന നിറം നൽകിയിരിക്കുന്നത് 10ൽ 3 ഭാഗത്തിനാണ്. ആകെ നിറം നൽകിയിരിക്കുന്നത് 10ൽ 4 ഭാഗത്തിനാണ്. അപ്പോൾ 10ൽ 1 + 10ൽ 3 = 10ൽ 4. നമ്മുടെ ജോലി ഇവിടെ കഴിഞ്ഞിട്ടില്ല. 4, 10 എന്നീ സംഖ്യകളുടെ പൊതു ഘടകം ഏതാണെന്ന് പരിശോധിക്കുക. 2 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5ൽ 2 എന്ന ഭിന്നസംഖ്യ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ഇവിടെ നിറം നൽകിയിരിക്കുന്ന, തവിട്ട് നിറം നൽകിയിരിക്കുന്നതും അതുപോലെ തന്നെ മറ്റേ ഇളം നിറം നൽകിയിരിക്കുന്നതുമായ 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് ആദ്യത്തേത് പരിശോധിക്കാം. ആദ്യത്തെ നിറം നൽകിയിരിക്കുന്നത് 8ൽ 3 ഭാഗത്തിനാണ്. തവിട്ട് നിറം നൽകിയിരിക്കുന്നത് 8ൽ 3 ഭാഗത്തിനാണ്. ആകെ 8ൽ 6 ഭാഗത്തിനാണ്. അപ്പോൾ നമുക്കതിനെ സങ്കലന രീതിയിൽ എഴുതുന്നു. 8ൽ 3 + 8ൽ 3 അത് എത്രയാണെന്ന് നിങ്ങൾ പൂർത്തിയാക്കുക. ഇതും അതുപോലെ തന്നെ ഞാനൊരു ചെറിയ ഭാഗമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ബാക്കി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മഞ്ഞ നിറം നൽകിയിരിക്കുന്നത് 16ൽ 5 ഭാഗത്തിനാണ്. പച്ച നിറം നൽകിയിരിക്കുന്നത് 16ൽ 7 ഭാഗത്തിനാണ്. അപ്പോൾ ബാക്കി ആകെ എത്രയുണ്ടെന്നും അതിൻ്റെ ലഘുരൂപവും നിങ്ങൾ എഴുതി പൂർത്തിയാക്കുക. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കളിക്കാവുന്ന ഒരു ഗെയിം ഇതിൻ്റെ ഒപ്പം ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. അതിൽ ഈ ആശയം, നമ്മളിന്ന് പഠിച്ച ഭിന്നസംഖ്യകളുടെ സങ്കലനം എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഒരു ഗെയിം, അതിൻ്റെ ലിങ്ക് ഞാനിതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഈ ഗെയിമിൽ പങ്കെടുക്കാവുന്നതും ഭിന്നസംഖ്യകളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാവുന്നതുമാണ്. അത് കാണാൻ ശ്രമിക്കുക, കളിക്കാൻ ശ്രമിക്കുക ഈ ഗെയിം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രമാണ്. ഭിന്നസംഖ്യകളുടെ സങ്കലനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതോ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക.